നമസ്കാരം നീലണ്ട സാർ. നമസ്കാരം, പറയൂ സാറേ, ഞാൻ വിളിച്ചത് ഈ അഭിമന്യുവിന്റെ കേസില് 6 വർഷം കഴിയുമ്പോഴാണ് CPM-ന് വെളിപാടുണ്ടാകുന്നത്. അതിന് ഇപ്പോൾ അവര് എം സ്വരാജിനെയൊക്കെ മേൽനോട്ട ചുമതലയൊക്കെ ഏർപ്പെടുത്തി. അവർക്ക് പിന്നെ അത് വീഴ്ച പറ്റി എന്നൊരു നിഗമനത്തിലേക്ക് എത്തി. ആ ആൺകുട്ടിയുടെ അമ്മ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നു. സാർ ഒന്ന് പറയൂ സാർ, CPM-ന്റെ ഒരു സ്വന്തം പാർട്ടിക്കാരനായ വിദ്യാർത്ഥി സംഘടനയിലെ ചെറുപ്പക്കാരൻ മരിച്ചിട്ട് 6 വർഷമാകുന്നു. ഒന്ന് പറയൂ സാർ. അതായത് അഭിമന്യുവിന്റെ മരണം അല്ലെ കൊലപാതകം യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായ അതിന്റെ ബാക്കി ഭാഗങ്ങൾ, അതിന്റെ തുടർച്ച വളരെ വിചിത്രമാണ്. കാരണം വളരെ ചെറുപ്പക്കാരനായ, വളരെ ഒരു ചെറിയ കുട്ടി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ വളരെ ചുറുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരു SFI നേതാവ് മഹാരാജാസ് കോളേജ് പോലെ ഒരു സ്ഥലത്ത് കൊല്ലപ്പെട്ടിട്ട് അതിലെ ഈ കാലം മുഴുവൻ 6 വർഷവും കേരളം ഭരിച്ചത് പിണറായി വിജയനാണ്. 6 വർഷവും നമ്മുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. ഈ പ്രതികളെ യഥാർത്ഥ സമയത്ത് പിടിക്കാനോ ആ പ്രതികൾക്ക് വിചാരണ നടത്തി ശിക്ഷ കൊടുക്കാനോ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അതെന്തുകൊണ്ടുണ്ടായി എന്ന് വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളാണുള്ളത് എന്ന അത് ആരോപണമല്ല, ആ സത്യം ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഉള്ള ചില ആളുകൾ, പ്രത്യേകിച്ച് ഈ SDPI പോലെയുള്ള സംവിധാനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നും അല്ലെങ്കിൽ SDPIക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്നും വന്നത്. ഏറ്റവും ഒടുവിൽ മന്ത്രി അബ്ദുറഹിമാൻ ഇപ്പൊ പറയുന്നത് താൻ ജയിച്ചത് ഇവരുടെ വോട്ട് കൊണ്ടാണ് എന്നാണ്. താൻ ഒരു SDPI തന്നെ സഹായിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. SDPI സഹായം എങ്ങനെ ഉണ്ടായി എന്നുള്ള തർക്കത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായമൊക്കെ ഇപ്പൊ അത് പറയുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ വിതർക്കങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോ അതിന് പാരിതോഷികമായി അല്ലെങ്കിൽ മറുപടിയായി ഈ ചെയ്തു കൊടുത്തത് അഭിമന്യു കേസിലെ ആളുകളെ, കുട്ടികളെ, അതിൽപ്പെട്ട പ്രതികളെ രക്ഷിച്ചു കൊടുക്കും എന്നാണ്. അങ്ങനെ രക്ഷിച്ചു കൊടുത്തതിന്റെ ഉപകാരം, അതാണ് അതിന്റെ പ്രത്യുപകാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ കേസ് നീണ്ടുപോയത് എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. ഇപ്പോ അത് തന്നെ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നാണക്കേടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് മുസ്ലിം പ്രീണനം നടത്തുന്നതുകൊണ്ടാണ് എന്ന് വലിയൊരു വിഭാഗം പ്രചരണം നടത്തുകയും അത് പാർട്ടി തന്നെ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ അവർക്ക് ശത്രുക്കളായി മാറുന്നത്. അതുവരെ അവരൊക്കെ ബന്ധുക്കളായി. അപ്പൊ ഈ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അഭിമന്യുവിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം മുടങ്ങാൻ കാരണമെന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിരിക്കും. ഇപ്പോൾ ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ, അന്ന് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ആവുന്ന പണി മുഴുവൻ എടുക്കുകയാണ് CPM. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെട്ടെന്നൊരു ദിവസത്തിൽ ഇവർ ശത്രുക്കളാവുന്നു, മുസ്ലിം സംഘടനകൾ ശത്രുക്കളാവുന്നു. അത്തരത്തിലുള്ള ചില ഇടപെടലുകളും നീക്കങ്ങളും അത് ഭാഗികമാണോ സത്യമാണോ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ പ്രശ്നം. പാലക്കാട് ജയിച്ചത്, വയനാട് ജയിച്ചത് ഇവരുടെ ശക്തി കൊണ്ടാണ് എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം അതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെയും കാണുന്നത്. അഭിമന്യുവിന്റെ ഇത്രയും കാലം അഭിമന്യുവിന്റെ കേസിലെ പ്രതികളെ രക്ഷിച്ച CPM ഇപ്പോൾ അവരിൽ നിന്ന് അവർക്ക് ആ സംരക്ഷണം കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ അതിൽ വലിയൊരു ചതിയുണ്ട്. ആ കുട്ടിയുടെ പേരിൽ ഒരുപാട് പൈസ പിരിച്ചു. ആ പൈസ പിരിച്ച കെട്ടിടമൊക്കെ ഇപ്പോ വാടകയ്ക്ക് കൊടുത്ത് സൂക്ഷിച്ചു കഴിയാണ്, അതിന്റെ വാടക മേടിച്ച് കഴിയാണ്. അതാണ് CPM. അദ്ദേഹത്തിന് ഒരു വീട് കെട്ടി കൊടുത്തുകൊണ്ട് ഒരു ചെറിയ ലൈബ്രറി ഉണ്ടാക്കിയോ എന്നുള്ളത് ഒഴിച്ചാൽ വലിയ തോതിൽ പണം അതിന്റെ പുറത്ത് പിരിച്ചിരുന്നു. അതിന് കാരണം ഒന്ന്, ജനങ്ങളൊക്കെ ആ കൊലപാതകത്തെ അങ്ങേയറ്റം എതിർക്കുകയും എല്ലാവരും അതിനെ പ്രതിഷേധിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആ ഒരു കുട്ടിയെ കൊന്നതിന് എതിരായി ശബ്ദമുയരുകയും ചെയ്തു. ധാരാളം പണവും പിരിച്ചു. 8 കോടി പിരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല എത്ര പിരിച്ചു. ആ പണം ദൂർത്തടിച്ചു അല്ലെങ്കിൽ അവര് സ്വന്തം സ്വാർത്ഥ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് ഇപ്പോൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് അഭിമന്യുവിനോട് ഒരു പ്രേമം തോന്നുന്നതിന് കാരണം
ഇത് സമീപകാല രാഷ്ട്രീയമാണ്. കക്ഷി രാഷ്ട്രീയത്തിലെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്, ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയ പ്രതികളെ പിടിക്കാൻ. അപ്പോ ഇത് കാപട്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് കാപട്യം തന്നെയാണ്. CPM-ന്റെ തുറന്ന കാപട്യമാണ്. പെട്ടെന്നൊരു മുസ്ലിം വിരോധം വരുന്നു, SDPI-ക്കാരെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ പിടിക്കാൻ തീരുമാനിക്കുന്നു. ഇവരെ എപ്പോ വേണേ പിടിക്കായിരുന്നു ഈ ഗവൺമെന്റിന്, എപ്പോ വേണേ ഇവരെ പിടിക്കായിരുന്നു, ഇവരെ ശിക്ഷിക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ സ്വരാജിനെ ചുമതലപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് എന്തിനാണ് പാർട്ടി ചുമതലപ്പെടുത്തുന്നത്? ഇവിടെ ഒരു പോലീസില്ലേ? പാർട്ടി എന്തിനാണ്? പാർട്ടി ശക്തമായി നിന്നിരുന്നുവെങ്കിൽ പോലീസ് എപ്പോഴേ പ്രതികളെ പിടിക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാർട്ടി തന്നെയാണ് ഈ അന്വേഷണം വൈകിപ്പിച്ചത് എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയും കൂടിയാണ്. വലിയ കാപട്യമാണ് ഇതിനകത്തുള്ളത്. സാർ, അവർ തന്നെ സമ്മതിക്കുകയാണ്, പാർട്ടി തന്നെ സമ്മതിക്കുകയാണ് അവർക്ക് വീഴ്ച പറ്റി എന്നുള്ളത്. പിന്നെ സാറ് പറഞ്ഞതുപോലെ M സ്വരാജിനെ എന്തിനു മേൽനോട്ട ചുമതല ഏൽപ്പിക്കണം, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ CPM-ന്റെ മുന്നിൽ സമൂഹത്തിന് ചോദിക്കാനുണ്ട്, അല്ലെ സാർ? തീർച്ചയായിട്ടും. അല്ല, ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളൊന്നും നമുക്കൊന്നും CPM അറിയാറില്ല. കാരണം ഒരു ചോദ്യത്തിന് മറുപടി പറയും ശീലം അവർക്കില്ല. തരതര മറുപടി അല്ലാതെ സത്യസന്ധമായി ഒരു വിഷയത്തിൽ മറുപടി പറയില്ല. അതിപ്പോ പ്രതികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. ശരത്ലാലിന്റെ കൃപേഷിന്റെയും കേസില് കോടതി ശിക്ഷിച്ച പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. അവസാനം അവർക്ക് രാജോചിതമായ സ്വീകരണം കൊടുക്കുന്നു. പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നൊരു വശത്ത് പറയുകയും ചെയ്യും, മറുവശത്ത് ഈ കള്ളന്മാർക്കൊക്കെ പാർട്ടിയുടെ സ്വീകരണം കൊടുക്കുകയും ചെയ്യും. ഇന്നലെ ജയിലിലേക്ക് കൊണ്ട് വിട്ടത് വരെ ഭയങ്കര രാജകീയമായ രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പാർട്ടിക്ക് ഒരു പങ്കുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജനും കീരാജനും ഒക്കെ അവിടെ പോയത്? എന്തിനാണ് ഇത്ര വലിയ ആഘോഷം നടത്തുന്നത്? അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ട്. പാർട്ടി തീരുമാനിച്ചു കൊന്നു തന്നെയാണ് ശരത്ലാലിനെ കൃപേഷിനും. അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇപ്പൊ നമുക്ക്. സർ, ഈ അഭിമന്യുവിന്റെ കേസിലെ ലീഗിലെ യുവനേതാവ് PK ഫിറോസിന്റെ ആ ആരോപണമാണ് ഇവരെ കൊണ്ട് ഭയങ്കരമായിട്ട് ഇവർക്ക് കൊണ്ടത്. അങ്ങനെയാണ്. തീർച്ചയായിട്ടും.